എല്ലാവർക്കും JJ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എയർപോർട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇതിനകത്ത് നമ്മളൊരു ആപ്പിളിന്റെ തൈ നടാൻ പോവുകയാണ്. എയർപോർട്ട് അല്ലെങ്കിൽ എയർ പ്രൂണിംഗ് പോട്ട്. അപ്പൊ ഇത് നടുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഇത് 35 ലിറ്ററിന്റെ ഒരു എയർപോർട്ടാണ്. ഇത് ഞാൻ മേടിച്ചത് പഴവങ്ങാടി അഗ്രോയിൽ നിന്നാണ്. ഇതിന്റെ വില 260 രൂപയാണ്. ഈ എയർപോർട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഇതിന്റെ എയർപോർട്ടിന്റെ ഷീറ്റ് നിരപ്പായ ഒരു സ്ഥലത്ത് വിരിച്ചിടുക. ഇതതിന്റെ ബേസ്, ഇതതിന്റെ 3 സ്ക്രൂ. ഇതിന്റെ അകവും പുറവും നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ പുറത്തോട്ടുള്ള ഭാഗം ഈ മുള്ളുപോലുള്ള കട്ട് ചെയ്ത ഭാഗം പുറത്തോട്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിന്റെ ബട്ടൺ പോലുള്ള മുത്തുപോലുള്ള ഭാഗം ഉൾവശമാണ്. ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ അടിവശത്തെ ഒരു ലെയറിലോട്ട് നമ്മുടെ ഈ ബേസ് വെച്ചിട്ട് അതിനെ റോൾ ചെയ്ത് റൗണ്ടായി കൊണ്ടുവന്ന്, കണ്ടില്ലേ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇതുപോലെ ആക്കി കഴിയുമ്പോൾ കണ്ടില്ലേ ഈ ഹോള് കാണാൻ സാധിക്കും. ഇതിലോട്ട് നമുക്ക് ഈ നട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതിന്റെ താഴ്വശവും മുകൾ വശവും ഇതിന്റെ മിഡിൽ ഭാഗം നടുഭാഗവും കൂടെ നമുക്ക് ഇതുപോലെ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. പോട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ എയർപോർട്ടിലേക്ക് നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്നത് ഡോർസെറ്റ് ഗോൾഡൻ എന്ന ആപ്പിൾ ആണ്. ഇത് നമ്മൾ മിറാക്കിൾ ഫാമിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഇതെങ്ങനെ പോട്ട് ചെയ്യുന്നത് നോക്കാം. 2 ആഴ്ച കുമ്മായ ഇട്ട മണ്ണിലോട്ട് ചാണകപ്പൊടി, ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ് എന്നിവയിട്ട് മിക്സ് ചെയ്ത് നമ്മളിവിടെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഈ പോട്ടിലോട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഫില്ല് ചെയ്യുമ്പോൾ കുറേശ്ശെ പോട്ടിംഗ് മിക്സ് ഇട്ട് നല്ലപോലെ എല്ലാ വശത്തും നല്ലപോലെ പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് ഫില്ല് ചെയ്താലേ നമുക്കിത് നല്ല ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ഇത് പോട്ട് ചെയ്യുമ്പോൾ എല്ലാ വശവും ഒരുപോലെ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പോട്ട് വൺ സൈഡിലോട്ടൊക്കെ ചരിഞ്ഞു പോകാനും നമ്മൾ നടുന്ന ചെടികൾ നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം നല്ലപോലെ നമ്മൾ ശ്രദ്ധിച്ച് വേണം. 4 സൈഡും നല്ലപോലെ ഫില്ല് ചെയ്ത് വേണം പോകാൻ. കണ്ടില്ലേ, നമ്മളിത് നല്ലപോലെ ഫുള്ള് സൈഡിലെല്ലാം നല്ലപോലെ ഫില്ല് ചെയ്ത്, കണ്ടില്ലേ, ഇപ്പൊ നല്ല റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട്. ഇതിന്റെ ഈ മുകൾ ഭാഗത്ത് ഹോളുകളില്ല, അത് ശ്രദ്ധിച്ചോണം. ഈ മുകൾ ഭാഗത്താണ് ഇത് വരേണ്ടത്. ഹോളുകൾ ഇല്ലാത്ത ഭാഗം ഇതിന്റെ ടോപ്പായിട്ട് സെറ്റ് ചെയ്യാൻ നേരം ശ്രദ്ധിച്ചോണം. ഇതിന്റെ നടു സെന്റർ നമുക്ക് ആപ്പിൾ തൈ നടാവുന്ന പാകത്തിന് ചെറിയൊരു കുഴി പോലെ എടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ, കണ്ടില്ലേ, നടു സെൻട്രൽ ഭാഗം ഒരു ചെറിയ കുഴി പോലെ ആക്കിയിട്ടുണ്ട്. അതിലോട്ട് ഇതിലേക്ക് അല്പം വാം ഇട്ട് കൊടുക്കാം. ഏത് തൈകൾ നടുമ്പോഴും നമ്മൾ വിത്ത് വാങ്ങുമ്പോഴും വാം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചെടികൾ വേരുകളിൽ പടർന്ന് പിടിച്ച് മണ്ണിൽ നിന്നും പോഷകങ്ങൾ പ്രത്യേകിച്ച് ഭാവം ലഭ്യമാവുകയും വളർച്ചയും വിളവ് വർദ്ധിപ്പിക്കാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. അപ്പൊ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഡോർസെറ്റ് ഗോൾഡൻ ആപ്പിൾ പോട്ട് ചെയ്യാം. ഈ ബഡ് ചെയ്ത തൈകൾ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബഡ് ചെയ്ത ഭാഗം മണ്ണിന് മുകൾ വശം തന്നെ പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കിത് പോട്ട് ചെയ്യാം. ഇതിന്റെ ഈ കവറ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ പെയ്യെ ഇനി ഇളക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ ഇതിന്റെ വേര്. ഇത് നമ്മൾ പെയ്യെ അല്പം മണ്ണ് മാറ്റി ഇതിലോട്ട് പോട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി ഈ ഭാഗം കൂടെ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പം നമ്മൾ ഈ ഹോളിന് താഴ്വശം വരെയായിട്ട് നമ്മുടെ പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കറക്റ്റ് ആ ബഡ് ചെയ്തതിന് താഴ്വശത്താണ് നമ്മൾ നമ്മുടെ പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് നിർത്തിയേക്കുന്നത്. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. ബഡ് ചെയ്ത ഭാഗത്ത് പോട്ട് മിക്സ് വരാതെ അതിന് അടിവശം വരെ മാത്രമേ നമ്മൾ നടുമ്പോൾ പോട്ട് മിക്സ് വരാൻ പാടുള്ളൂ. ഇത് നമ്മൾ പോട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കൊണ്ട് സൺലൈറ്റിന്റെ അടിയിലോട്ട് വെക്കാതെ ഇതിന് ചെറുതായിട്ട്, ഇതിപ്പോൾ ചീമക്കൊന്നയുടെ ഇലയാണ്, ഇതിന് പൊതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്.
2 ദിവസം തണലത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഇത് നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിന് പുതിയ കിളിപ്പുകളും നാമ്പുകളൊക്കെ വന്നതിന് ശേഷം നമുക്കിതിന് ജൈവവളങ്ങളും ജൈവസെളറുകളും അതിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കിയിടുക. അപ്പോൾ അടുത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.